അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെല്ലാം വളരെ ആശയസമ്പുഷ്ടമായ വാക്കുകളാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന 3 വിലപ്പെട്ട ഉപദേശത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത്തഖില്ലാ ഹൈസുമാ കുൻത. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അത് ഏത് സ്ഥലത്താണെങ്കിലും ശരി, ഏത് സമയത്താണെങ്കിലും ശരി, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നീ നിന്റെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന ബൃഹത്തായ ഉപദേശമാണ് നമുക്ക് പ്രവാചകനിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ഉപദേശം തന്നെ മനുഷ്യർക്ക് മുഴുവൻ മതിയാകുന്നതാണ്. ഏത് സാഹചര്യത്തിലും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതു മാത്രം തന്നെ ഏറ്റവും നല്ല ഉപദേശമായി, അവൻ്റെ ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടായി, അങ്ങനെ ജീവിക്കുന്നവർക്ക് വലിയ വമ്പിച്ച വിജയമായി മാറാൻ ഈ ഒരൊറ്റ ഉപദേശം തന്നെ മതിയാകുന്നതാണ്. അത് ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, അതേതു വ്യക്തിയാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, യാതൊരു വ്യത്യാസവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു ഉപദേശമാണ് ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. കാരണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്, യാ ഉമർ ഇത്തഖില്ലാ, ഉമർ താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഉമർലൻഹു ആരാ? ഉമർലൻഹു ഖലീഫയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഉമറായിരിക്കുമായിരുന്നു എന്നെല്ലാം പറഞ്ഞത് നമുക്കറിയാം. ഏതായാലും അങ്ങനെയുള്ള ഒരു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭരണാധികാരിയോട് ഒരു സാധാരണക്കാരിയായ സ്ത്രീ വന്നിട്ട് ഇത്തഖില്ലാ എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകൾ നമ്മളോട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് ചൊടിക്കാറുണ്ട്. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞത്, ലാ ഖൈറ ഫീകും ഇദാ ലം തഖൂലൂഹ, നിങ്ങളത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിൽ യാതൊരു ഖൈറുമില്ല. വലാ ഖൈറ ഫീന ഇദാ ലം അഖ്ബലഹ, അത് നാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്നിലും യാതൊരു ഖൈറുമില്ല എന്ന് അദ്ദേഹം തിരിച്ചു പറയുകയാണ്. അതായത് നിങ്ങളത് പറയണം, ഞാനത് സ്വീകരിക്കുകയും വേണം എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ തഖ്വ കൊണ്ടുള്ള വസിയത്ത് പരസ്പരം ഉണ്ടാകണം എന്നതാണ് ഈ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. ആ തഖ്വ കൊണ്ടുള്ള വസിയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ വലിയ ഖൈറുകൾ നേടിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ വിലപ്പെട്ട ഉപദേശമാണ് അത്ബിഇസ് സയ്യിഅത്തൽ ഹസന തംഹുഹ. ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ തെറ്റിനെ മായ്ക്കുവാനായി നന്മകൾ പ്രവർത്തിക്കണമെന്നുള്ളത് പ്രവാചകന്റെ അധ്യാപനമാണ്. വിശുദ്ധ ഖുർആനിലും ആ അധ്യാപനം കാണുവാൻ സാധിക്കും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, തീർച്ചയായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന തിന്മകൾ അത് മായ്ച്ചു കളയാൻ നന്മകൾ അധികരിപ്പിക്കുക എന്നത് അതിപ്രധാനമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. അല്ലാഹ് പറയാണ്, ഒരു മനുഷ്യൻ ഒരു നന്മയുമായി കൊണ്ടാണ് വരുന്നതെങ്കിൽ അവന് 10 പ്രതിഫലമാണ്. ഒരു തിന്മ ചെയ്താലോ ആ തിന്മയ്ക്ക് തത്തുല്യമായ ശിക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയപ്പോൾ, ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അതിനെ മായ്ക്കാൻ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. അല്ലാഹ് പറയാണ്, സ്വന്തത്തിനോടൊരു തെറ്റ്, ഒരു മോശപ്പെട്ട മ്ലേച്ഛമായ കാര്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവനതാ ഉടനെ വിശ്വാസിയാണോ അള്ളാഹുവിനെ ഓർക്കും, പാപമോചനം തേടും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ ഉപദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപാടുകളിൽ, ഏതു മേഖലയിലും നല്ല രൂപത്തിലായിരിക്കണമെന്ന് പ്രവാചകന്റെ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്,
സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രവാചകനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ ഏറ്റവും നല്ല സൽസ്വഭാവിയാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നതും നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചാണ്, നമ്മുടെ സൽസ്വഭാവമാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ മായ്ക്കാൻ നന്മകൾ കൂടുതൽ അധികരിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിച്ചാൽ ഇരു ലോകത്തും വിജയം കൈവരിക്കുവാനും നമുക്ക് സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ. അറിയുക, അറിയിക്കുക. Peace Radio. Tune to reality.